ഹലോ ഗായ്സ്, വെൽക്കം. ന്യൂ ഇയർ ഒക്കെ വരാൻ പോലെ, അപ്പോൾ നമുക്കൊരു ക്യൂട്ട് മിനി കലണ്ടർ ഉണ്ടാക്കിയാലോ. ഞാൻ ഓൾറെഡി എൻ്റെ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ കാര്യമായിട്ട് എഡിറ്റിംഗ് ഒന്നും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഫുൾ വീഡിയോ ഇട്ടേക്കുന്നത്. ഇതിനായിട്ട് ആദ്യം ക്യാൻവ ഓപ്പൺ ചെയ്യുക. എൻ്റെ ഫോണിൽ ഞാൻ ഡൗൺലോഡ് ചെയ്തിടാത്തതുകൊണ്ട് ക്രോമിൽ കയറിയിട്ടാണ് ക്യാൻവ ഓപ്പൺ ആക്കുന്നത്. എന്നിട്ട് കാലണ്ടർ 2026 എന്ന് അടിച്ചു കൊടുത്താൽ കുറേ ടെംപ്ലേറ്റ്സ് വരും. പക്ഷേ പകുതി എണ്ണം പെയ്ഡ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് പെയ്ഡ് അല്ലാത്തത് നോക്കിയെടുക്കുക. ഞാൻ അതിൻ്റെ അകത്ത് കുറേ സ്ക്രോൾ ചെയ്ത് പോയിട്ട് താഴെ ഉണ്ടായിരുന്നൊരു കലണ്ടർ എടുത്ത്, എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ ഈ കലണ്ടറിലെ ഫസ്റ്റ് 2026 എന്നുള്ള ഇതില്ലേ, അതിൻ്റെ അകത്തെ ആ ഇമേജ് അങ്ങ് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി പിൻട്രസ്റ്റിൽ നിന്ന് കുറേ ഇമേജസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ള. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഇതിൻ്റെ അകത്ത് എൻ്റെ ഫോണ്ടൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫോണ്ട് മാറ്റുകയോ മാറ്റാതിരിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അടുത്ത് ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെയും ഇമേജ് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ആ ഫുള്ള് ഡേറ്റ് മൊത്തം ലൈക്ക് ഒറ്റയായിട്ട് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തെ കളറും ഫോണ്ടിൻ്റെ കളറും ഫോണ്ടും എല്ലാം മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കറക്റ്റായിട്ട് അത് പ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനാണെങ്കിൽ കുറച്ചൊരു പിങ്കിൻ്റെ അങ്ങ് ഡാർക്കായിട്ടുള്ളൊരിതാണ് വെച്ചേക്കുന്നത് ഫോണ്ട് കളറായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ ചൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് ബോർഡർ ഉണ്ടായിരുന്നു, ആ ബോർഡറിന് ഒരു പച്ച പോലത്തെ കളറായിരുന്നു, അത് ഞാൻ മാറ്റിയിട്ട് വൈറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ജനുവരി ചെയ്ത പോലെ തന്നെ ഫെബ്രുവരിയും മാർച്ചും ഒക്കെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫെബ്രുവരിയുടെയും കൂടി ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാം റിപ്പീറ്റഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഇമേജസൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത പിൻട്രസ്റ്റിൽ നിന്നാണ് കേട്ടോ. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും കാണും. എനിക്കാണെങ്കിൽ വോയിസ് ഓവർ ചെയ്യാനും പറഞ്ഞു തരാനും ഒന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ജാനിൻ്റെ ചെയ്ത പോലെ തന്നെ ഫെബ്രുവരിയുടെയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എല്ലാ ഡേറ്റിനും ഒരേ ഫോണ്ടാട്ടോ കൊടുത്തേക്കുന്നത്. എല്ലാ മന്തിലെ ഡേറ്റുകൾക്കും ഒരേ ഫോണ്ട് തന്നെ കൊടുത്തേക്കുന്നത്. ഫോണ്ടൊക്കെ മാറ്റിയിട്ട് കറക്റ്റായിട്ട് ആ ഡേറ്റുകളെല്ലാം ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഫെബ്രുവരിയുടെയും ചെയ്ത് കഴിഞ്ഞാൽ മാർച്ചിൻ്റേത് ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നൊന്നുമില്ല. ഞാൻ ചുമ്മാ ഈ ഫോട്ടോ ഇങ്ങനെ റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇമേജിലങ്ങ് പിടിച്ച് ഞെക്കുമ്പോൾ നമുക്ക് താഴെ റീപ്ലേസ് എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് ബോട്ടമിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അതിൽ പിടിച്ച് ക്ലിക്ക് ചെയ്താൽ മതി. അങ്ങനെ ഞാൻ എല്ലാ മന്തിൻ്റെയും ഇമേജൊക്കെ മാറ്റി എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ നമ്മൾ സേവ് ചെയ്യണം. ലൈക്ക് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സേവ് ചെയ്യേണ്ടത് PNG ആയിട്ടാണ്. ഇതിൻ്റെ മേലെ റൈറ്റ് കോർണറിൽ ഒരു ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ആസ് PNG എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് PNGയിൽ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ എടുക്കുക. അത് നമ്മുടെ ഫോണിൻ്റെ ഫയൽസിൽ സേവ് ആയി കിടക്കുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാൻവ ഒന്നുകൂടെ ഓപ്പൺ ആക്കിയിട്ട് A3 ഡോക്യുമെൻറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ബ്ലാങ്ക് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് എടുത്തിട്ട് എന്തെങ്കിലും ഒരു കളർ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട് കൊടുക്കുക, ലൈക്ക് വൈറ്റ് അല്ലാത്ത എന്തെങ്കിലും കളർ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ മന്തിൻ്റെ കലണ്ടർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിരുന്ന എല്ലാ ഫോട്ടോസും ക്യാൻവയിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ 2026 ഞാൻ എടുത്തേക്കുന്ന ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. കാരണം അതാകുമ്പോൾ ഇങ്ങനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം സെയിം സൈസിൽ കിട്ടും. അല്ലാതെ ഓരോന്നായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത്. A3 ഞാൻ ഇത് A3 ഡോക്യുമെൻ്റ് പ്രിൻ്റ് എടുക്കുമ്പോൾ A3 സൈസിലായിരിക്കും പ്രിൻ്റ് എടുക്കുന്നത്. അപ്പോൾ ഈ A3 സെറ്റ് ചെയ്യുമ്പോൾ ഒരു റോയിൽ 4 മന്തിൻ്റെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പാകത്തിന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ഷീറ്റിൽ കട്ട് ചെയ്യാൻ എളുപ്പമില്ലാത്തവർ വേണമെങ്കിൽ 2 ഷീറ്റിൽ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം. വീണ്ടും മന്തുകളെല്ലാം ആഡ് ചെയ്യാൻ വേണ്ടി റീപ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷൻ പിന്നെ ഇട്ട് കൊടുക്കുക. ലൈക്ക് ഞാൻ അവിടെ ഒരു ആരോ മാർക്ക് വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട് റീപ്ലേസ് എവിടെയാണ്. അങ്ങനെ എല്ലാ മന്തും ഇങ്ങനെ ആഡ് ചെയ്ത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് എന്താ പറയുന്നത്, എനിക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ചിരിച്ചിട്ട് എടുത്തേക്കുന്നത്, ലാസ്റ്റത്തെ മന്ത് വെച്ചേക്കുന്നത്. എല്ലാം റീപ്ലേസ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഡൗൺലോഡ് ഓപ്ഷൻ ഇല്ലേ, നേരത്തെ നമ്മൾ സേവ് ചെയ്തത്, ആ സേവ് ചെയ്ത ഓപ്ഷനിൽ പിടിച്ച് നിൽക്കുക, ഡൗൺലോഡിൽ പിടിച്ച് നിൽക്കുക. അപ്പോൾ PNGയുടെ അവിടെ PDF പ്രിൻ്റ് കൊടുക്കുക. PDF പ്രിൻ്റ് കൊടുത്താലാണ് പ്രിൻ്റ് എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റിയിൽ പ്രിൻ്റ് കിട്ടത്തുള്ളൂ. എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഷോപ്പിൽ പോയി പ്രിൻ്റ് എടുത്തിട്ട് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. അതെല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ കാർഡുകൾ പോലെ കിട്ടും. എന്നിട്ട് ഞാനിത് ഒരു വുഡൻ സ്റ്റാൻഡ് എടുത്തിട്ട് അതിലാണ് ഇങ്ങനെ ഓരോ കാലണ്ടർ, അപ്പം നമുക്ക് ഓരോ മന്ത് കഴിയുമ്പോൾ ഇങ്ങനെ മാറ്റി കൊടുക്കാമല്ലോ. ഇത് കാണാൻ ഭയങ്കര ക്യൂട്ടാണ്, ലൈക്ക് നല്ല രസമാണ്. ഞാൻ മൊത്തം ടുലിപ്പിൻ്റെയൊക്കെ ഇമേജസാണ് കൊടുത്തേക്കുന്നത്, നല്ല രസമുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും